ഞാൻ നമ്മുടെ ശാന്തിവിള ദിനേശിൻ്റെ ഒരു സീരിയൽ അഭിനയിച്ചു. ഒരു 15 എപ്പിസോഡ് പോയത് വലയം. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് മനസ്സിൽ വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പബ്ലിക്കല്ല, കൂടുതലും സിനിമാക്കാർ പറഞ്ഞെഴുതിച്ച കഥാപാത്രങ്ങളുടെ കമൻറ്റുകളായിരുന്നു ആ ഇടയ്ക്ക് കൂടുതലും കണ്ടത്. എനിക്കറിയാം വിനയൻ സാറിൻ്റെ ഒരു പുതിയ പടം ഇന്ദിരയും ഒക്കെ ആദ്യമായിട്ട് സിനിമയിൽ വരാൻ കാര്യം സാറാണ്. ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്ന ആളിൻ്റെ പേര് പറയുന്നത് തെറ്റാ. സ്പിൽബർഗിൻ്റെ പടത്തിൽ അഭിനയിച്ചെങ്കിലേ പറയാമോ ആദ്യമായിട്ട് സ്പിൽബർഗിൻ്റെ പടത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ സുഹൃത്ത് ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലേ, മമ്മൂട്ടിയും സുഖേട്ടനുമായിട്ടുള്ളതും ഫാസിൽ സാറും ഞങ്ങളുമായിട്ടൊക്കെ ഉള്ളത്, അവരുടെ മക്കളും എൻ്റെ മക്കളുമായിട്ടുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് മനസ്സിൽ വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എൻ്റേതായ ഒരു ഇതിലങ്ങ് പറയുന്നതേ ഉള്ളൂ. വിനയൻ സാറിൻ്റെ ഒരു പുതിയ പടം, എന്താ ചാലക്കുടിക്കാരൻ ചങ്ങാതിയോ അത് തോന്നുന്നു, അതിൻ്റെ ഒരു നമ്മുടെ സെന്തിലൊക്കെ അഭിനയിച്ച പടം. അതിൻ്റെ പൂജയ്ക്ക് സാർ എന്നെ വിളിച്ചു. ഞാനവിടെ പോയി. ഞാനവിടെ ചെന്ന് പറഞ്ഞു, ഇന്ദിരയും ഒക്കെ ആദ്യമായിട്ട് സിനിമയിൽ വരാൻ കാര്യം സാറാണ്. ഒരു ചെറിയ ഒരു വിഷമസന്ധി ഇടയ്ക്ക് വന്നപ്പോൾ അതിൽ നിന്ന് അന്ന് പൃഥ്വിരാജിനെ കുറച്ച് ധൈര്യം കൊടുത്ത് വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് സാറാണ് എന്ന് പറഞ്ഞതിന് പബ്ലിക്കല്ല, കൂടുതലും സിനിമാക്കാർ പറഞ്ഞെഴുതിച്ച കഥാപാത്രങ്ങളുടെ കമൻറ്റുകളായിരുന്നു ആ ഇടയ്ക്ക് കൂടുതലും കണ്ടത്. എനിക്കറിയാം സാധാരണക്കാരൻ എന്നെ നന്നായിട്ടറിയാം, അവരെന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പലതും ഈ പേര് മാറ്റി എഴുതുന്നത് പലരുടെ ആൾക്കാർ. അത് സിനിമയിൽ അത് ഉള്ളതാണ് കേട്ടോ, അത് നിങ്ങളൊരു അത്ഭുതമായിട്ടൊന്നും കാണണ്ട. അതുണ്ട്, അത് സ്വാഭാവികം. കാരണം അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു മുഷിച്ചിൽ വരണ്ടാന്ന് വെച്ചിട്ട് വേറെ ആരെക്കൂടെ പറയിപ്പിക്കും. പറഞ്ഞത് അതെന്താണ് വിനയൻ സാറ്? സത്യം, പരമമായ ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്ന ആളാണ്. എനിക്കത് ഇഷ്ടമേ അല്ല. ഈ വെറുതെ ഇല്ലാത്ത കള്ളം പറഞ്ഞ് ഒരു സൂചിപ്പിച്ച് ഒരു സുഹൃബന്ധം നിലനിർത്താം, അല്ലെങ്കിൽ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ആ ഒരു പരസ്പര അടുപ്പം നിലനിർത്താം എന്ന് വിചാരിക്കുന്ന ആളല്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നും എന്നോട് ഇഷ്ടമാണ്. എനിക്കറിയാവുന്നവർക്ക് എൻ്റേതായ ബഹുമാനം എപ്പോഴും ഉണ്ടാവും. അന്നത് പറഞ്ഞത് അതെങ്ങനെ പറയുമെന്നുള്ളത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നോട് ഇതിനു മുമ്പ് 1-2 പേര് ചോദിച്ച ചോദ്യങ്ങളും കൂടെയാണ്. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആനി എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിലാണ്, വിജി തമ്പി സംവിധാനം ചെയ്തത്. അപ്പോൾ അങ്ങനെ ടെലിഫിലിം അഭിരാമിയൊക്കെ അഭിനയിച്ച് ആ പീരുമേട് ഭാഗത്തെ കണ്ടാന്ന് തോന്നുന്നു, അവിടെ എവിടെയോ കുട്ടിക്കാനോ ഷൂട്ടിംഗ് നടക്കുന്നു. അതിൻ്റെ ഏതാണ്ടൊക്കെയോ ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ കണ്ട് വിനയൻ സാറ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ജയസൂര്യയുടെ കൂടെ വില്ലനായിട്ട് ഇന്ദ്രജിത്തിനെ കാസ്റ്റ് ചെയ്യുക, അഭിനയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ അത് വലിയൊരു ബ്രേക്കാണ്. അന്ന് വിനയൻ സാർ ഒരുപാട് നല്ല പടങ്ങളെടുത്ത് പലതും ഈ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ അറിയപ്പെടുന്ന സംവിധായകനാണ്. വിളിച്ചപ്പോൾ ഞാനും പറഞ്ഞു, മോനെ നിനക്ക് അങ്ങനെ. അപ്പോൾ ഇന്ദ്രൻ അന്ന് സത്യം പറയുകയാണെങ്കിൽ മദ്രാസിൽ നെക്സേജ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ട്രെയിനി ആയിട്ട് കയറി, ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞെന്ന് തോന്നുന്നു, അന്നത്തെ ഈ പറഞ്ഞിട്ട് അവിടെ ജോലിയായിട്ടിരിക്കുക. അത് എൻ്റെ സഹോദരനും സഹോദരൻ്റെ കുറേ കൂട്ടുകാരും അവർക്കൊക്കെ അറിയാവുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാനിതൊന്നും അഭിനയിക്കില്ല. ഞാൻ പറഞ്ഞു, പിന്നെന്താ മോൻ പോയി അഭിനയിക്കുക, ഇവിടെ ഇപ്പോൾ ഏതായാലും 10-15 ദിവസം ലീവിൻ്റെ കാര്യമല്ലേ ഉള്ളത്, ഇപ്പോൾ 1 മാസം എടുത്താലും സാരമില്ല, പോട്ടെ, അത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവന് ഇഷ്ടമാണെന്ന് കണ്ടപ്പോൾ ഞാനതിന് കൂട്ടുനിന്നു. അതാണ് സത്യം. അങ്ങനെ പോകുന്നു. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദിരജിത്ത് അഭിനയിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്ന ആളിൻ്റെ പേര് പറയുന്നത് തെറ്റാ. എന്താ എനിക്ക് മനസ്സിലായില്ലത് എന്തുകൊണ്ടാണ് ഈ തെറ്റെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മറ്റേ സ്പിൽബർഗിൻ്റെ പടത്തിൽ അഭിനയിച്ചെങ്കിലേ പറയാമോ ആദ്യമായിട്ട് സ്പിൽബർഗിൻ്റെ പടത്തിലായിരുന്നു. ഒന്നുമല്ല, ഈ മിനി സ്ക്രീൻ എന്ന് പറയുന്നതും ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് 2 ഇതുണ്ട്. അപ്പോൾ ഏതിലായാലും ശരി, നമ്മുടെ കൈപിടിച്ച് ആദ്യമായിട്ടൊന്ന് കൊണ്ടുവരുമ്പം അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊരു നന്ദി പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുത്വത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. അവിടെ എനിക്ക് സിനിമയും ഗ്ലാമറും പൈസയല്ല പ്രശ്നം. അങ്ങനെ വരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ എന്ത് ചോദിക്കുക, പൃഥ്വിരാജിന് ചില കൊച്ചു പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടാകുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യമില്ലാതെയാണ് അവൻ്റെ നേരെ ഒരു ചെറിയ അതിപ്പം അന്ന് അതിന് നിന്നവർക്ക് പോലും ഒരു വിഷമമുണ്ട്, അത് വേണ്ടായിരുന്നു എന്നുള്ളതുണ്ട്, സത്യമാണത്. അത് എന്നോട് അവർ പറയുകയും ചെയ്തതാണ്.
അപ്പോൾ ഏതായാലും ഇങ്ങനെ വന്നു, പൃഥ്വിരാജ് അഭിനയിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ്. അതിപ്പോൾ പൃഥ്വിരാജ് തന്നെ ഈ ഇടയ്ക്ക് എഴുതി 2-3 പടങ്ങളിൽ ഇത് അവൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങളൊക്കെ കണ്ടല്ലോ, ആ ഫുട്ബോളിൻ്റെ ഇനോഗ്രേഷൻ്റെ 3-4 പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. സത്യമാണ്, വലിയ സംവിധായകർ ഡേറ്റ് വാങ്ങിച്ചിട്ട് അവസാന നിമിഷമാണ് അറിയുന്നത്. രാജുവിനെ അറിയിച്ചു പോലുമില്ല അതിൽ നിന്ന് മാറ്റിയതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പക്ഷേ പിന്നീട് അറിഞ്ഞു. ആര് പറഞ്ഞിട്ടാ, എന്ത് പറഞ്ഞിട്ടാ, എങ്ങനെ പറഞ്ഞിട്ടാ. അപ്പോൾ അത് തന്നെ പണ്ട് സുഖമായിട്ടിനുണ്ടായിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് മാറ്റി നിർത്തി, മറ്റേ ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി, മറ്റേത് മറിച്ചത് വേറെ ഒരു IV ശശിപ്പടം, എന്തൊക്കെയോ 2-3 പടം ഇതുപോലെ സുഖമായിട്ടിനും. അപ്പോഴാണ് സുഖമായിട്ട് ഈ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പരിനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ, അറിയാമല്ലോ. അപ്പോൾ അത് തന്നെയാണ് രാജുവിനോട് ആവർത്തിക്കാനായിട്ട് ഇവർ പരിപാടിയിട്ട് അങ്ങനെ വന്നപ്പോൾ സാമാന്യ മര്യാദയ്ക്ക് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻ്റിനോട് നമ്മൾ ചോദിച്ചേട്ടാ, കൊച്ചു പിള്ളേരാണ്, 1 പടമോ 2 പടമോ ഒക്കെ ആയതേ ഉള്ളൂ, ഇപ്പം കിടന്നുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തി പോച്ച് പുറത്തെ അടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ കരിയറിനെ ബാധിക്കും. അവൻ ഓൾറെഡി ഒരു പടത്തിൽ അഭിനയിക്കാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. നാളെ അതിൻ്റെ പ്രൊഡ്യൂസർ കേസ് കൊടുത്താലോ, ഇവരാരെങ്കിലും വന്ന് നിന്നത് സഹായിക്കുമോ? അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ല. ഒരു പരിധി വരെ നമുക്ക് ഇല്ല, ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് പ്രശ്നമൊക്കെ തീരും. വലിയ ഉപകാരം. 1 ആഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, ഒരു പ്രശ്നവും തീർന്നില്ല. അപ്പോൾ അവിടുന്ന് വിനയൻ സാറാണ് എൻ്റെ സംവിധായകൻ. പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം ചേച്ചി, നമുക്ക് ഏതായാലും ഇങ്ങനൊരു പടം എടുക്കാനായിട്ട് റെഡി. അത് പടം എടുക്കാൻ വന്നിരിക്കുന്നത് എനിക്ക് അതിനെക്കാട്ടി വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്, ദോഹയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് അല്ല, അത് കുഴപ്പമില്ല, അത് സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സാറിൻ്റെ ഒരു പടം അഭിനയിച്ചു. പിന്നെ സത്യം സമയത്തെങ്ങാണ്ടാണ് പിന്നെ ഒരു കോംപ്രമൈസൊക്കെ വരുന്നത്. ഏതായാലും രണ്ടാമത് എല്ലാവരും കൂടെ പുറത്ത് നിൽക്കണം എന്നാവശ്യപ്പെട്ട പൃഥ്വിരാജിനെ ധൈര്യപൂർവ്വം കൈപിടിച്ച് വലിച്ച് വീണ്ടും സിനിമയുടെ ആ രംഗത്തേക്ക് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രേരക ശക്തി വിനയൻ സാറ് തന്നെയാണ് അന്ന്. കാരണം അന്ന് അത്രയും അടുപ്പം, കൊച്ചുകുട്ടി 1-2 പടമല്ലേ ആയിട്ടുള്ളൂ, അത്രയും അടുപ്പമൊന്നും മറ്റ് ആൾക്കാരായിട്ട് ചെന്നൊരു സങ്കടം പറഞ്ഞൊരു പരിഹാരം പറയണമെന്ന് പറയാനും അല്ല. ഒന്നാമത് രാജു സുഗട്ടൻ്റെ ഒരു മിനിയേച്ചറാണ്, അങ്ങനെ പോകത്തില്ല. എന്നാലും അത് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞിട്ടാ എന്തേലും ആട്ടമേ, അല്ലെ പിന്നെ അങ്ങ് ഓസ്ട്രേലിയയിൽ തിരിച്ചു പോയി ബാക്കി കൂടെ ഞാൻ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് വിനയൻ സാറ് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. ഇത് രണ്ടുമാണ് ഞാനെന്ന് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് വിനയൻ സാർ എന്ന് പറഞ്ഞ സംവിധായകനെ മറക്കുക, അല്ലെങ്കിൽ സാർ ഇവിടെ ആരുമല്ല എന്നൊന്നും പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കില്ല. അത് അവരുടേതായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും, ഉണ്ടാവാം. ആർക്കെങ്കിലും ഏതെങ്കിലും അസോസിയേഷൻകാർക്ക് വിനയൻ സാറിനെ കൊണ്ട് പ്രശ്നമുണ്ടോ, മറ്റ് നടന്മാർക്കുണ്ടോ, അല്ലെങ്കിൽ ഇനി വേറെ വല്ല എന്താ പറയുക ടെക്നിക്കൽ ഫീൽഡ് ഒരുപാടുണ്ടല്ലോ, ഏതെങ്കിലും സെക്ഷനിലുള്ള ആൾക്കാർക്ക് വല്ല പ്രശ്നമുണ്ടോ, ഇതൊക്കെ ഞാനെന്തിനാണ് അന്വേഷിക്കുന്നേ? അത് അവർ തീർക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിനോട് നന്ദിയേ ഉള്ളൂ, ബഹുമാനമേ ഉള്ളൂ, സ്നേഹമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതിനും ഇതുപോലെ വലിയ ഇഷ്യൂ ആയിട്ട് അയ്യോ എന്താ ഏതാന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു. അത് സുഹൃത്ത് ബന്ധമായാലും സിനിമയിലൂടെ വന്ന ബന്ധമായാലും അല്ലാതെ ഒരു പക്ഷേ നമ്മുടെ ബന്ധുമിത്രാദികൾ വഴി വരുന്ന ബന്ധമായാലും നല്ല ബന്ധങ്ങൾ കളയാതെ സൂക്ഷിക്കുക. അതാണ് ഒരു മനുഷ്യൻ ആദ്യം പഠിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും കാണാൻ വേണ്ടി ഞാനൊരു ഹീറോ ആവുന്ന ആര് ചീത്ത വിളിച്ചാൽ എന്ന് ചിന്തിക്കുന്നതൊക്കെ ഒരു സൈസ് ബാലിശമായ കളികളാണ്. അവരെയൊക്കെ ഞാൻ അങ്ങനെ വലിയ ബുദ്ധിമാന്മാരെന്ന് പറയത്തില്ല, കാരണം അത് അവരുടെയൊക്കെ മനസ്സിൻ്റെ ബലക്കുറവും ബുദ്ധിയുടെ കുഴപ്പമാണ്. എന്തിനാണത് ഒരു ശത്രു വെറുതെ ഉണ്ടാക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, എങ്ങനെയാണോ നല്ല നല്ല വ്യക്തികളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ നമ്മൾ ബഹുമാന പുരസ്സരം കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില വ്യക്തികളെ നമ്മളങ്ങോട്ട് പാടെ തള്ളി മറന്ന് ജീവിക്കുന്നതും ശരിയല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അച്ഛനാണ് അതിന് കാരണക്കാരൻ, അതിൻ്റേതാണോ അവരൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പം അവരുടെ ഉത്തരങ്ങളും ഒക്കെ വളരെ സ്ഫുടതയോടുകൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി തെളിഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ നല്ല സത്യമാണത്. കാരണം സൈനിക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുഗട്ടൻ ഇവിടെ വീട്ടിൽ അപ്പോഴേ ഉണ്ട് നല്ലൊരു ലൈബ്രറി. അത് കഴിഞ്ഞ് പിള്ളേർ വല്ലപ്പോഴുമൊക്കെ വെക്കേഷൻ വരട്ടെ, അത് മദ്രാസിൽ നിന്ന് ഞങ്ങളിങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് താമസം മാറിയപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്ത മുകളിലൊരു വലിയ ഹോളുണ്ടായിരുന്നു. അത് മുഴുവൻ ഇങ്ങനെ ബുക്ക് ഷെൽഫ് പണിയിപ്പിച്ചിട്ട് ഒരു വലിയ ലൈബ്രറി പോലെ അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ അവധിക്കാണെങ്കിലും വീക്കെൻഡിലാണെങ്കിലും ചിലപ്പോൾ ഒന്ന് ഒരു ഔട്ട് പാസ്സൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ്, ഇന്ന ഇന്ന പുസ്തകങ്ങൾ അച്ഛൻ വായിച്ചു, അതിൽ ഇന്ന ഇന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ നല്ലതാണ്,
വായിക്കണം. വായിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ നിൻ്റെ അഭിപ്രായം എഴുതുക. ആ പുസ്തകത്തിനകത്ത് എന്തുകൊണ്ടാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണ് അതിനകത്ത് നല്ല കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ എഴുതണം എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു അതിഭയങ്കര ലൈബ്രറി. അവിടെ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ട് പലരും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണശേഷം എനിക്ക് ഈ പുസ്തകം ഇതുപോലെ, അന്നൊക്കെ എനിക്ക് വലിയ ഇതൊന്നുമില്ല, ഞാൻ തന്നെ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ബുക്കൊക്കെ എടുക്കും. ഇപ്പോൾ അതൊക്കെ വയസ്സായപ്പോൾ നമുക്ക് അത്രയും അന്ന് ആരോഗ്യമുള്ള സമയമല്ലേ, മാസത്തിലൊരു ദിവസം ബുക്കൊക്കെ എടുത്ത് തുടച്ച് രണ്ടാമതൊരു സ്പ്രേ ഒക്കെ ഉണ്ട്, അതിലടിച്ച് ഒക്കെ നീറ്റായിട്ട് ഞാൻ വയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. അതിനകത്തെ പുസ്തകങ്ങളിൽ ഒരു 100% വായിച്ചിട്ടുള്ളത് സുഖേട്ടനായിരിക്കും, എങ്കിൽ ഇവരൊരു 90% വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സുഖേട്ടൻ വായിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഷാജ്ഞാനം, അത് മലയാളമാവട്ടെ ഇംഗ്ലീഷാവട്ടെ, ആ ഭാഷാജ്ഞാനം അധ്യാപകരിൽ നിന്നും പഠിച്ച വിദ്യാലയങ്ങളിൽ നിന്നും കിട്ടി. പക്ഷേ എന്നാൽ അതിലുപരി ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഒരു പരിധിവരെ വളർത്തിയെടുത്തത് സുഖേട്ടനാണ്. പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ എവിടെ പോയി ചേച്ചി എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് പറയാൻ തുടങ്ങിയാൽ ഞാൻ നമ്മുടെ ശാന്തിവിള ദിനേശിൻ്റെ ഒരു സീരിയൽ അഭിനയിച്ചു, ഒരു 1500 എപ്പിസോഡ് പോയതാണ്, വലയം എന്ന് പറഞ്ഞിട്ട്. നല്ല സീരിയലായിരുന്നു കേട്ടോ. അദ്ദേഹം അന്ന് നന്നായിട്ട് ചെയ്തൊരു സീരിയലാണ്. അപ്പോൾ അങ്ങനെ വന്ന് ശാന്തിവിള കുറച്ച് പുസ്തകമൊക്കെ വായിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം പിന്നെ അപ്പോൾ ഈയിടെ ആരോ എന്തോ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്, ചേച്ചി എവിടെയോ ഫംഗ്ഷന് പോയപ്പോൾ ഏതാണ്ടോ പറഞ്ഞു പുള്ളി അത് കാര്യം അറിയാതെ വല്ലതും പറഞ്ഞായിരിക്കും, ഞാനവിടെ അത് പറയാൻ പോയതല്ല, ഇതല്ല അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ലോ ബുക്സ് സുഖേട്ടൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം. അവരൊന്നിച്ച് പഠിച്ച ഈവനിങ് ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലോ ബുക്സ് കുറച്ചധികം ഉണ്ടായിരുന്നു പുസ്തകം, കുറച്ച് നല്ല തുകയ്ക്കുള്ള പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ ഇതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ കൈവിട്ട് പോയാലേ നമുക്ക് തന്നെ സങ്കടം. അദ്ദേഹം അതെല്ലാം ബൈൻഡ് ചെയ്ത് സുപ്രീം കോർട്ട് കേസസൊക്കെ ബൈൻഡ് ചെയ്ത് സുകുമാരൻ എന്നുള്ള പേരൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി, ഈശ്വര, ഇവിടെ ഇപ്പോൾ ലോയ്ക്ക് ആരും പഠിക്കുന്നില്ല, ഇവരൊന്നും ഇനി ലോയ്ക്ക് പോകാനും പോകുന്നില്ലെന്ന് എനിക്കറിയാം. അത് ഞാൻ കരീം സാറിൻ്റെ വീട്ടിൽ കൊടുത്തു. ഇങ്ങനെയുള്ള വായനശാലയിൽ വയ്ക്കാവുന്ന പുസ്തകങ്ങൾ. അപ്പോൾ ശാന്തിവിളയ്ക്ക് അതെന്തോ ഒരു വായനശാല മറ്റും അവിടെ കണ്ട് തുടങ്ങാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ ശാന്തിവിള ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ നല്ല പുസ്തകങ്ങളും ഉണ്ട്, ചേസിൻ്റെയൊക്കെ എല്ലാം ഉണ്ട്, ഹാർട്ട്ലി ചേസിൻ്റെ നോവൽസൊക്കെ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ശാന്തിവിളയ്ക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം ഇടയ്ക്ക് പറയുകയും ചെയ്തു കേട്ടോ, വലിയ ചേച്ചി എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ തന്നൊക്കെ. അതങ്ങനെ ഞാനത് ശാന്തിവിളയ്ക്ക് കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുള്ള ശാന്തിവിളയിലുള്ള ഏതോ ഒരു വായനശാലയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതേ ശാന്തിവിള ഇടയ്ക്ക് ഞാൻ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഈ ക്യാൻസറിനെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകം, അതിപ്പം എൻ്റെ മിടുക്കിലല്ല, എൻ്റെ സഹോദരൻ അവിടുത്തെ ഒരു വലിയ സുഹൃത്താണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ. അങ്ങനെ വിളിച്ചതാവാം. ഞാനവിടെ ചെന്ന് 2 വാക്ക് പറഞ്ഞു, എല്ലാവരോടും നമസ്കാരമൊക്കെ പറഞ്ഞു. ആശുപത്രിയൊക്കെ കൊണ്ട് ഭയങ്കര ഹോസ്പിറ്റലാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതൊക്കെ, SP മെഡിസിറ്റി അവിടെ. അപ്പോൾ ഈ അന്നത്തെ ഒരു ക്യാൻസർ അവയർനെസ് ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ലോബിയിലെത്തിയപ്പം ഒരു 3-4 പേര് വീഡിയോയുമായിട്ട് അവിടെ നിൽപ്പുണ്ട്, ക്യാമറയായിട്ട്. ഞാൻ ചോദിച്ചത് ഇവിടെ അല്ല, അത് ചേച്ചിയുടെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പ്രസംഗമൊക്കെ കണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ച്. അത് പറഞ്ഞു, അല്ല ചേച്ചി 1-2 ചോദ്യം. ഞാൻ അയ്യേ അത് മോശമല്ലേ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അടുത്ത് നിൽപ്പുണ്ട്, അതിൻ്റെ ഉടമസ്ഥൻ. അയ്യച്ചേ അതൊന്നും കുഴപ്പമൊന്നുമില്ല, വന്നാട്ടെ ചേച്ചി കണ്ട ലോബിയിൽ അവിടെ സൈഡിലോട്ടിരുന്നാണ്. അപ്പോൾ എനിക്കൊരു കസേരയൊക്കെ നീക്കി ഇങ്ങോട്ടിട്ട് തന്ന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവിടെ വെച്ചിട്ട് ഇവരേതാണ്ടോ ചോദിച്ചു. ഞാൻ അതിൻ്റെ ഉത്തരവും പറഞ്ഞു. അമ്മയിൽ നിൽക്കുന്നതിൻ്റെയും ഇലക്ഷൻ്റെ കാര്യമൊക്കെ ഞാൻ എൻ്റെ ഉത്തരവല്ലേ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. എൻ്റെ മകൻ പ്രസിഡൻ്റായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, അവൻ കമ്പാരിറ്റീവ്ലി ചെറുപ്പമാണ്, ലോകപരിചയവും ജീവിത പരിചയമൊക്കെ അങ്ങോട്ടായി വരുന്നതേ ഉള്ളൂ. ഒരുപാട് വെറുതെ കാരണന്മാരുണ്ട്, അവരങ്ങ് ഭരിക്കട്ടെ. ഇപ്പോൾ തൽക്കാലം പൃഥ്വിരാജാവുന്നവരോട് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തിന് ഈ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു ശാന്തിവിളയുടെ സംശയം. അപ്പോൾ അവിടെ ശാന്തിവിള ഞാൻ അതിന് പോയതല്ല, എന്നെ പിടിച്ചു നിർത്തി ലോബിയിൽ വെച്ച് 2 പേര് ചോദിച്ചു, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു. ഇതാണ് സംഭവം. പിന്നെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാമല്ലോ, അവർക്കൊക്കെ അറിയാം. ഞാനിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ എന്നോട് അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാർക്കും ദേഷ്യമില്ല. അറിയാം, വലിയ ചേച്ചി മനസ്സിൽ തോന്നുന്നത് അങ്ങ് പറയും, പക്ഷേ അത് കാണുമ്പോഴും പറയും, കാണാത്തപ്പോഴും പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ തന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കുക. ഞാൻ എപ്പോഴും ഫോണിൽ അവൈലബിളാണ്. സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ അകലങ്ങളിലേക്ക് പോകാതിരിക്കുക, ഉള്ള സുഹൃത്ത് ബന്ധം അതുപോലെ നിലനിർത്തുക.